വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ VGF-ൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിൻ്റെ ഇരുട്ടടി എന്നുള്ളതാണ്. തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡാണ്, പല മടങ്ങായി പക്ഷേ തിരിച്ചടയ്ക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്. അത് തിരിച്ചടയ്ക്കേണ്ടാത്ത ഗ്രാൻഡായിട്ടായിരുന്നു നേരത്തെ വ്യവസ്ഥ ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് വരുമാനം സഹിതം ചേർത്ത് പല മടങ്ങായി തിരിച്ചടയ്ക്കണം എന്ന് കേന്ദ്ര സർക്കാർ ശാഠ്യം പിടിക്കുകയാണ്. മുഖ്യമന്ത്രി നൽകിയ കത്തിനുള്ള ഈ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അയച്ച കത്തിനുള്ള മറുപടിയിലാണ്, കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മറുപടിയിലാണ് ഈ വിശദാംശങ്ങൾ ഉള്ളത്. കേന്ദ്ര തീരുമാനം VGF-ന്റെ അടിസ്ഥാന മാനദണ്ഡത്തിന് വിരുദ്ധമാണ്. കേന്ദ്രത്തിൻ്റെ VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന വിചിത്രവാദമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇപ്പോൾ വരുന്ന ലാഭത്തിൻ്റെയും വരുമാനത്തിൻ്റെയും 20% പങ്കുവേണം ഗ്രാൻഡിനൊപ്പം എന്ന വിചിത്രവാദമാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്. കേന്ദ്ര ധനമന്ത്രിയുടെ കത്തിൻ്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമല്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി 817.80 കോടി രൂപയാണ് VGF-ആയി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകാൻ ശുപാർശ നൽകിയിരുന്നത്. എന്നാൽ ഇത് കാറ്റിൽ പറത്തി വിചിത്രവാദവുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളിതുവരെ കേന്ദ്ര സർക്കാർ VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തിവന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് VGF നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ കേന്ദ്ര വിഹിതം 817.80 കോടി രൂപയും സംസ്ഥാന വിഹിതം 817.20 കോടി രൂപയും. VGF ഗ്രാന്റാണ് എന്നിരിക്കെയാണ് കേന്ദ്ര VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. VGF-ന്റെ അടിസ്ഥാന മാനദണ്ഡത്തിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിലൂടെ 12,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളത്തിനുണ്ടാകുക. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണം എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. തൂത്തുക്കുടിക്ക് 1,411 കോടി രൂപ VGF-ആയി അനുവദിച്ചിരുന്നു. എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന തുറമുഖമാണെന്നും നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. ട്രയൽ റണ്ണിന്റെ ഭാഗമായി എത്തിയ 70 കപ്പലിലൂടെ മാത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ GST കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യതലത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനകം കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരായ നിലപാട്. VGF-ന് പുറമെ 4,777.14 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഏറെ വിചിത്രമായൊരു നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാഴ്ചവെക്കുന്നത്. 4,000-ൽ പരം കോടി രൂപ സംസ്ഥാനം കേരളം ചെലവഴിച്ച് നിർമ്മിക്കുന്ന വിഴിഞ്ഞം പദ്ധതിയിൽ, വിഴിഞ്ഞം തുറമുഖത്തിൽ അതിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു, വാണിജ്യ തുറമുഖമായി മാറിക്കഴിഞ്ഞു. അതിലാകെ കേന്ദ്രത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡായി നൽകുന്ന 800 കോടിയാണ്. ആ 800 കോടിയുടെ ഗ്രാൻഡ് ഇപ്പോൾ 12,000 കോടിയായി തിരിച്ചു നൽകണം എന്ന നിലയിലുള്ള ഒരു വിചിത്രവാദം മുന്നോട്ട് വെക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെയുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന സ്കീമിൻ്റെ പൊതുതത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ വളരെ സ്പഷ്ടമായി കേന്ദ്രം എങ്ങനെയൊക്കെ കേരളത്തെ ഏതൊക്കെ നിലയ്ക്ക് ദ്രോഹിക്കാം എന്ന നിലയിലേക്ക് വീണ്ടും പെരുമാറുന്നു എന്നുള്ളതാണ്.